ആദിലയുടെ ശബ്ദം കേൾക്കുമ്പോൾ ചെവി പൊത്താൻ തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഡബിൾ മീനിങ്ങുകൾ പറയാം, വളരെ മോശമായ ആളുകളെ ചിത്രീകരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അക്ബറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒക്കെ ചവർ അക്ബർ അല്ലെങ്കിൽ ഈ തലയുടെ മുകളിൽ ഒരു ചവർ കിരീടം വെച്ച് കൊടുക്കണം, അതിനേക്കാൾ കൂടുതൽ ചവർ ഉള്ളിലുള്ള ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ ചവർ വാക്ക് അക്ബർ തിരിച്ച് പറഞ്ഞാൽ ആദിലെ നൂറെ ഇതിനെ എങ്ങനെയായിരിക്കും പ്രതിരോധിക്കുക? അവർ എന്തൊക്കെ ബഹളം ഉണ്ടാക്കും, ഒരുപാട് അറ്റാക്കുകൾ കാണാൻ പറ്റും. അവിടെയുള്ള ഡബിൾ മീനിങ് കോമഡികളുടെ ബഹുഭൂരിപക്ഷം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ആദില നൂറ അനുമോൾ കോമ്പിനേഷൻ ആണ്. അതിൽ തന്നെ ഒരു പടി മുകളിൽ ആദില നൂറമാർ തന്നെയായിരിക്കും. അത്രയും ഡബിൾ മീനിങ്ങുകൾ അങ്ങോട്ട് പറഞ്ഞിട്ട് തിരിച്ചൊരു കൗണ്ടർ കേൾക്കുമ്പോൾ നീ ഡബിൾ മീനിങ് പറഞ്ഞു എന്ന് പറയുന്ന ഇരവാദം മുഴക്കുന്ന വുമൺ കാർഡ് ഇറക്കുന്ന രീതിയിൽ അവർ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസിന് എപ്പോഴോ ഇതൊക്കെ വിലക്കാമായിരുന്നു. ലാലേട്ടന്റെ ആദ്യത്തെ പ്രമോ വന്ന സമയത്ത് അദ്ദേഹം വലിച്ചു കീറും എന്ന് പറഞ്ഞിരുന്ന ഏതൊക്കെ കാർഡുകളുണ്ടോ അതിന്റെ ഏറ്റവും മോശം അവതരണം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസവും. അപ്പോഴുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലുള്ള ഏറ്റവും മോശം പ്ലേയേഴ്സ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോളും ഷാനവാസും എന്ന് പറയുന്നതിൽ നിന്ന് നമുക്കിപ്പോൾ ഒരു മോചനം ലഭിക്കുന്നത് ആദില നൂറ ആണ്. അവർ രണ്ടുപേരും ഏറ്റവും മോശം ഗെയിം കളിക്കുന്നത് അത് അനുമോളെയും ഷാനവാസിനെയും തോൽപ്പിക്കുന്ന തരത്തിലാണ്. അവരുടെ തന്നെ ഭാഷ പറയുകയാണെങ്കിൽ ഏറ്റവും തരംതാഴ്ന്ന ഗെയിം ഇപ്പോൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് വ്യക്തികളാണ്. അവനവന്റെ ആവശ്യത്തിന് വേണ്ടി അവനവന് ഒരു കെയർ കിട്ടുക അല്ലെങ്കിൽ അവനവൻ കഷ്ടപ്പെടുകയാണ് ഇച്ചിരി സഹായിക്കണം എന്ന് പറയുന്ന ഇമോഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഇരവാദം മുഴക്കാൻ വേണ്ടി ബാക്കിയുള്ളവരെ ഏത് തരത്തിലും ചിത്രീകരിക്കാൻ യാതൊരു മടിയും ഇല്ലാതെ പെരുമാറുന്ന ആദില നൂറമാരെയാണ്. കഴിഞ്ഞ കുറച്ച് നാളെ ഉണ്ടാക്കിയ ആളാണ് ആദില. അതേപോലെ ഈ നോമിനേഷന്റെ സമയത്ത് നൂറയ്ക്ക് പറ്റുന്നില്ല. എൻ്റെ അടുത്ത് ആൾക്കാർ വന്ന് എൻ്റെ മുഖത്ത് നോക്കിയിരുന്ന എനിക്ക് നോമിനേഷൻ വരില്ല. അപ്പോൾ ആദില പറയുന്നത് നീ എൻ്റെ മുഖത്ത് നോക്കിയെന്ന് പറഞ്ഞു, നീ എന്തിനാ അവരുടെ മുഖത്ത് നോക്കുന്നത്? അവിടെ ആർക്കും ഇല്ലാത്ത ഒരു അഡ്വാൻറ്റേജ് ബിഗ് ബോസ് അവർക്ക് കൊടുത്തിരിക്കുകയാണ്. ബേബി എൻ്റെ മുഖത്ത് നോക്കൂ ബേബി, അയ്യോ എനിക്ക് വയ്യ ബേബി, എൻ്റെ പൊന്നു ബേബികളെ നിങ്ങൾക്ക് ഒരു നോമിനേഷൻ പോലും നേരെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങി പോകുന്നതാണ് നല്ലത് എന്ന് അത് കണ്ടപ്പോൾ പറയാൻ തോന്നി. ബിഗ് ബോസ് ഹൗസിൽ 19 ദിവസം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു നോമിനേഷൻ കൃത്യമായിട്ടുള്ള റീസൺ സ്ട്രോങ് ആയി പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു കണ്ടസ്റ്റന്റിന്റെ പരാജയമാണ്. നൂറ് എവിടെയൊക്കെ വീക്കാവുന്നു അവിടെയൊക്കെ ആദില സപ്പോർട്ട് ചെയ്യുന്നു, ആദില എവിടെയൊക്കെ വീക്കാവുന്നു അവിടെയൊക്കെ നൂറ് സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ ആദില അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് പറയുന്ന കാരണങ്ങൾ ഇതൊക്കെയാണ്. ഗ്രൂപ്പ് ഇല്ലാതെ കളിക്കാൻ പറ്റില്ല ആർക്ക്? അക്ബറിനോ? അതില ചവറുകളുള്ള മനസ്സാണ്. ഒരു ചവറിന്റെ കിരീടത്തിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അത് ഈ ഡബിൾ മീനിങ് വർത്താനങ്ങളുടെ എണ്ണ കൂടുതലും അതിന്റെ തൂക്ക കൂടുതലും വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആരാണെന്നുള്ളത്. പിന്നെ ഒരു ഗുണ്ടാ സംഗീതം ബിഗ് ബോസ് ഹൗസിൽ പറയുന്നത് ഒരു ഗുണ്ടാ സംഗീതമായിരുന്നെങ്കിൽ അതിൽ ഏറ്റവും ഫിറ്റ് ആവുന്ന ആളെന്നുള്ളതായിരുന്നു. ഈ ബിഗ് ബോസ് ഹൗസിൽ സ്ട്രാറ്റജി തന്നെയാണ് അവരിവിടെ വീണ്ടും ഇപ്പോൾ കിച്ചണിൽ കയറി ഞാൻ കുക്ക് ചെയ്യും എന്ന് നൂറ പറയുന്ന സമയത്ത് ധൈര്യം ഉണ്ടെങ്കിൽ നീ കുക്ക് ചെയ്യുന്ന അവിടെ പറയുന്നുണ്ട്, നീ പോയി കുക്ക് ചെയ്യും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ നിൽക്കുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ തുടരാം. കാര്യം ധൈര്യം വെച്ച് ആ നൂറെ തൊട്ട് കഴിഞ്ഞാൽ അതിൽ അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കുകയും നൂറ് ആ സമയത്ത് വുമൺ കാർഡ് ഇറക്കുകയും ചെയ്യും. ഇത് ഇസ് എ പാർട്ട് ഓഫ് ബുള്ളിങ്. ഇവരുടെ ഈ ബുള്ളി ഇപ്പോൾ നൂറയുടെയൊക്കെ ഒരുപാട് ഈ ക്യൂട്ട്നെസ് റീലുകൾ എടുക്കുന്ന ആളുകൾ ഒത്തിരി ഉണ്ട്. അത്തരം റീലുകളൊക്കെ വളരെ അധികം റീച്ച് നേടി ഇങ്ങനെ പോവാണ്. പക്ഷേ ഒരു ഫൈറ്റിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഭയങ്കര അക്രമകാരിയായ ഒരു ബുള്ളിങ് ലെവലിലേക്ക് മാറുന്ന നൂറയുടെ എക്സ്പ്രഷൻസ് എടുത്ത് വെച്ച് ആ ക്യൂട്ട്നെസ് റീലും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം. നമുക്ക് ഒരിക്കലും അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇമോഷൻസ് എന്താണ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ കാണാൻ പറ്റില്ല. ഞാൻ ബാധിക്കുന്നു, ഞാൻ ജയിക്കുന്നു, എനിക്കപ്പുറം ഇവിടെ ആൾ സംസാരിക്കരുത് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ അതിഭീകരമാം വിധം റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ആദിലയും അനുമോളും കൂടി ചേർന്ന് ബിഗ് ബോസിന്റെ അടുത്ത് വുമൺ കാർഡ് ഇറക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. ഇവർ ഈ മറ്റ് പ്ലേയേഴ്സിന്റെ അടുത്ത് വുമൺ കാർഡ് അടിച്ച് ജയിക്കാൻ നോക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ബിഗ് ബോസിനെ പോലും വെറുതെ വിടാതെ ആദിലയുടെ ഈ ബിഗ് ബോസിന്റെ അടുത്ത് കൊഞ്ചുന്ന പോലെയുള്ള കുറച്ച് വർത്തമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കൊഞ്ചല്ല, ക്രിഞ്ചാണ് എന്ന് അടിവരയിട്ട് പറയേണ്ട അത്രയും ക്രിഞ്ചായിട്ടാണ് ഫീൽ ചെയ്തത്. എൻ്റെ ഒരു വലിയ